താജുൽ ഉലമന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഒരുത്തന്റെ മുന്നിലും മഹാനുഭാവൻ തലകുനിച്ചിട്ടില്ല. അവിടുന്ന് കളവ് ജീവിതത്തിൽ അവിടുന്ന് ഒരാളെ മുന്നിൽ പറഞ്ഞിട്ടില്ല. അത്ര വലിയ മഹാനാണ് താജുൽ ഉലമ. കേട്ടിട്ടുണ്ട്, താജുൽ ഉലമ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. സുബ്ഹാനല്ലാഹ്, പാസ്പോർട്ടും മറ്റുമൊക്കെ ഏൽപ്പിക്കേണ്ട സമയമായി. വിവരം വന്നു, പാസ്പോർട്ട് എത്തിക്കണം. ഖാദിമീങ്ങൾ താജുൽ ഉലമനോട് പറഞ്ഞു, തങ്ങളാപ്പ പാസ്പോർട്ട് കൊണ്ടു കൊടുക്കണം, അതുകൊണ്ട് പാസ്പോർട്ട് ഒന്ന് തന്നാൽ നന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്, പാസ്പോർട്ട് വെക്കുന്ന സ്ഥലത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ പാസ്പോർട്ട് കാണുന്നില്ല. എല്ലാ സ്ഥലത്തും പരതി, കരുവന്തിരുത്തിയിലുള്ള വീട്ടിലാണ്, എല്ലാ സ്ഥലത്തും പരതി, കാണുന്നില്ല. അവസാനോ വിഷയം ഖാദിമീങ്ങൾ മഹാനായ സുൽത്താനുൽ ഉലമയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, താജുൽ ഉലമ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി നിൽക്കാണ്, പാസ്പോർട്ട് കാണുന്നില്ല, ഹജ്ജ് മുടങ്ങുന്ന കോലാണ്. മഹാനായ സുൽത്താനുൽ ഉലമ വേഗം പാസ്പോർട്ട് ഓഫീസിലുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഉസ്താദെ കുഴപ്പമില്ല, പഴയ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പുതിയതൊന്ന് അനുവദിച്ചു തരണമെന്നൊരപേക്ഷ കിട്ടിയാ മതി, എന്നാ വേറൊരു പ്രശ്നമില്ല. ഖാദിമീങ്ങൾക്ക് വലിയ റാഹത്തായി. നേരത്തെ ചെന്നു താജുൽ ഉലമന്റെ അടുക്കല്. താജുൽ ഉലമയോട് പറഞ്ഞു, ഇങ്ങനൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, തങ്ങളാപ്പതിലൊന്ന് ഒപ്പിട്ട് തരണോന്ന്. തങ്ങളാ പറഞ്ഞു, ഞാൻ ഒപ്പിട്ട് തരൂല. അപ്പൊ അവര് പറഞ്ഞു, ഹജ്ജ് മുടങ്ങും, തങ്ങളാപ്പ ഒപ്പിട്ട് തന്നിട്ടില്ലെങ്കിൽ ഹജ്ജ് മുടങ്ങും. അപ്പൊ എന്തേ ഒപ്പിട്ട് തരാത്തത്? താജുൽ ഉലമ പറയാൻ, എന്റെ പാസ്പോർട്ട് കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് നഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. കാണുന്നില്ല, നോക്കിയൊരു സ്ഥലത്തും കണ്ടിട്ടില്ല, പക്ഷെ അത് നഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, തങ്ങളാപ്പ ഹജ്ജ് മുടങ്ങൂലേ, അതുകൊണ്ട് ഒരു പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കാലോ. അപ്പൊ തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? കളവ് പറഞ്ഞിട്ട് എനിക്ക് ഹജ്ജിന് പോകേണ്ടതില്ല. ഇതാ നമ്മളെ നേതൃത്വം. നമ്മളൊരു ഉംറ ചെയ്യണോന്ന് വിചാരിച്ച എന്തൊക്കെ കള്ളത്തരം ചെയ്യും ഇല്ലേ? പാസ്പോർട്ട് ഒന്ന് 5 ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ താത്താ ഉംറക്ക് പോക്ക് നടക്കൂലേ ഇല്ലേ? എന്തൊക്കെ കള്ളത്തരം കാണിക്കും രേഖ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അവസാനം ഉംറക്ക് പോകുന്ന അമീർ അയാള് താത്തനോട് പറയും, താത്താ മഹ്റം വേണോന്നൊക്കെയാണ് നിബന്ധനയാണ്, പക്ഷേ നിങ്ങൾ ബേജാറാവണ്ട, അതിനൊക്കെ ഞാൻ വയ്യുണ്ടാക്കിക്കോളാം. എന്താ വഴി ഉണ്ടാവല്? എയർപോർട്ടിൽ ഇങ്ങോട്ട് എത്തും. ഈ അറേബ്യൻ ഫ്ലൈറ്റുകളാണെങ്കിൽ ഉംറക്ക് പോകുന്ന ആളുകളോട് ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ തന്നെ ചോദിക്കും, മെഹ്റം ആരാണ്? പെണ്ണുങ്ങളോട് മെഹ്റം കാണിച്ചു കൊടുക്കണം, അല്ലേ മടക്കി വിടും. അപ്പൊ ഈ ഉംറന്റെ അമീറായിട്ടുള്ള മനുഷ്യനുണ്ടാവും, അയാൾ താത്തനോട് എന്ന് പറയും, താത്ത നിങ്ങളോട് മെഹ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നൊന്നും പറയരുത്, ഇതൊക്കെയാണ് ഇയാളാട്ടോ നിങ്ങളെ മെഹ്റം. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണോ, ഈ കാണുന്ന ഇയാളാണ്. അപ്പൊ കാണുക എന്താ ഈ മെഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം, പരസ്പരം വിവാഹബന്ധം, ഹറാമായ അത്രയും അഗാധമായ ബന്ധമുള്ള ആളുകൾ. ഇതാ മെഹ്റം എന്ന് പറഞ്ഞാൽ. അമീർ കാണിച്ചു കൊടുക്കുക, ഇതാണ് കേട്ടോ മെഹ്റം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. താത്തയും വിചാരിക്കും മദീനത്ത് പോകാനല്ലേ, ഒരു 101 കളവ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ല്ലേ? കളവ് പറയരുത് എന്ന് പഠിപ്പിച്ച നേതാവിന്റെ അടുക്കലെത്താൻ 100 കണക്കിന് കളവും കാണിച്ചിട്ട് ചെന്നാൽ ആ മദീനത്ത് മുത്തുനബി സ്വീകരിക്കും തോന്നുന്നുണ്ടോ? ഗൗരവത്തിൽ ആലോചിക്കണം. അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. താജുൽ ഉലമ ജീവിച്ചതുപോലെ അല്ലാഹുവേ ഒരുത്തന്റെ മുന്നിലും തലകുനിക്കാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഒരാളെ മുന്നിലും തലകുനിക്കാതെ അന്തസ്സോടെ ജീവിച്ച മഹാൻ അതാ താജുൽ ഉലമ. അവസാനം എല്ലാവരെയും കൊതിപ്പിക്കുന്ന കോലത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് ഖബറിലേക്ക് താമസം മാറിയ മഹാനായ താജുൽ ഉലമ.